വിവാദമായ വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത് മനഃപൂർവ്വം വൈകിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ബജറ്റ് സമ്മേളന കാലയളവിൽ തന്നെ ബില്ലുകളുടെ കോപ്പി കേന്ദ്രം എംപിമാർക്ക് കൈമാറിയിരുന്നു. എന്നാൽ നവംബർ, ഡിസംബർ മാസങ്ങളിൽ നടക്കുന്ന ശീതകാല സമ്മേളനത്തിലായിരിക്കും രാജ്യസഭയിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുക. 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇതിനു മുൻപ് നടക്കാനിരിക്കുന്നതിനാൽ രാജ്യസഭയിൽ അതിനുശേഷം മതിയായ ഭൂരിപക്ഷം ലഭിച്ചേക്കുമെന്നാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ. ഇതുകൂടാതെ 4 നോമിനേറ്റഡ് അംഗങ്ങളുടെ ഒഴിവുകളും നികത്താനുണ്ട്. സെപ്റ്റംബർ 3 നടക്കുന്ന 12 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ NDAക്ക് പരമാവധി സീറ്റുകൾ ലഭിക്കാനാണ് സാധ്യത. അടുത്ത സമ്മേളനത്തിന് മുൻപ് ഒഴിഞ്ഞുകിടക്കുന്ന 4 സീറ്റുകൾ നികത്തിയാൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ നേട്ടവും സർക്കാരിന് ലഭിക്കും. അതായത് സർക്കാരിന് AIADMK പോലുള്ള BJP അനുകൂല പാർട്ടികളുടെ പിന്തുണ ആവശ്യമില്ലാതെ തന്നെ ഭൂരിപക്ഷത്തിലെത്താൻ സാധിക്കും എന്നർത്ഥം. 6 നോമിനേറ്റഡ് അംഗങ്ങളും 2 സ്വതന്ത്രരും ചേർന്നാൽ നിലവിലുള്ള NDAയുടെ അംഗസംഖ്യ 117 ആണ്. 237 അംഗ രാജ്യസഭയിൽ 119 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. എന്നാൽ ജമ്മു കശ്മീരിലെ 4 സീറ്റും നോമിനേറ്റഡ് അംഗങ്ങളുടെ 4 സീറ്റും ഒഴിഞ്ഞു കിടക്കുകയാണ്. 4 നോമിനേറ്റഡ് സീറ്റുകൾ സർക്കാർ നികത്തിയാൽ സഭയിലെ അംഗബലം 241 ഭൂരിപക്ഷം 121 ആയിരിക്കും. നോമിനേറ്റഡ് അംഗങ്ങൾ സ്ഥിരമായി സർക്കാരിനെ പിന്തുണയ്ക്കാറാണ് പതിവ് എന്നതിനാൽ കേവല ഭൂരിപക്ഷമായ 121ലേക്ക് NDAയുടെ അംഗസംഖ്യ എത്തും. രാജ്യസഭയിൽ നിലവിൽ BJPക്ക് 87 അംഗങ്ങളാണുള്ളത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ, ത്രിപുര, അസം, മഹാരാഷ്ട്ര, ബീഹാർ എന്നിവിടങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതോടെ ഈ എണ്ണം 94 ഉയരും. ബീഹാറിലും മഹാരാഷ്ട്രയിലും സഖ്യകക്ഷികളും വിജയിച്ചേക്കും. അതേസമയം തെലങ്കാനയിൽ ഒരു സീറ്റ് ലഭിക്കുമെന്നതിനാൽ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനും ഗുണം ചെയ്യും. ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടാണ് നവംബർ, ഡിസംബർ സിറ്റിംഗിൽ വഖഫ് ബില്ല് ലിസ്റ്റ് ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത്. വഖഫ് ബോർഡിന്റെ അധികാരങ്ങളെല്ലാം കവർന്നെടുക്കുന്നതാണ് ഭേദഗതി. സ്ത്രീകൾക്കും അമുസ്ലിങ്ങൾക്കും വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ബില്ലിലുള്ളത്. ലോക്സഭയിൽ അവതരിപ്പിച്ച വഖഫ് നിയമ ഭേദഗതി ബിൽ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ്. പാർലമെന്റിൽ ഭേദഗതി ബിൽ അവതരിപ്പിച്ച കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവാണ് ഇക്കാര്യം അറിയിച്ചത്. ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി രൂപീകരിക്കുക, ബിൽ വിശാലമായ പരിശോധനയ്ക്കായി റഫർ ചെയ്യുക, ബില്ലിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുക, കൂടുതൽ ആളുകളെ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക. ഇതിനായി ബിൽ സംയുക്ത കമ്മിറ്റിക്ക് കൈമാറുന്നു. ഭാവിയിൽ ഞങ്ങൾ അവരുടെ നിർദ്ദേശം തുറന്ന മനസ്സോടെ കേൾക്കുമെന്നാണ് റിജിജു പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത്. വഖഫ് ബിൽ ഏതെങ്കിലും മതസംഘടനയുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഭരണഘടനയുടെ ഒരു വ്യവസ്ഥയും ലംഘിച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ ബിൽ മുസ്ലിം സമുദായത്തെ ലക്ഷ്യമിട്ടുള്ള ഭീകര നിയമമാണെന്നും ഭരണഘടനയെയും രാജ്യത്തിന്റെ മതേതരത്വത്തെയും തകർക്കുമെന്നുമാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ ആരുടെയും മതസ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നതിനല്ല ഭേദഗതി വരുത്തുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം.